വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ വയനാട് ജില്ല. 4 വർഷം നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിലാണ് ഈ അംഗീകാരം ഇപ്പോൾ വയനാട് ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നത്. പരിമിതമായ സൗകര്യത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിന് മാറ്റം വരും എന്നാണ് ഇതോടെ നാട്ടുകാരുടെ പ്രതീക്ഷ. വയനാട് മെഡിക്കൽ കോളേജിന് 50 MBBS സീറ്റുകൾ ലഭിച്ചതിൽ ആഹ്ലാദത്തിലാണ് ജില്ല. NMC മാനദണ്ഡം അനുസരിച്ച് അടിസ്ഥാന സൗകര്യവും അക്കാദമിക് സൗകര്യവും ഒരുക്കിയതാണ് ഈ നേട്ടത്തിൻ്റെ വഴിയായത്. വയനാടിന് പുറമെ കാസർഗോഡും ഇതേ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. KK ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെയാണ് 2021 ഫെബ്രുവരിയിൽ ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയത്. കെട്ടിടങ്ങളോ അനുബന്ധ സൗകര്യങ്ങളോ ഒരുക്കാത്തതിൽ വിവാദം നിറഞ്ഞു നിന്നിരുന്നു. ബോയ്സ് ടൗണിൽ അക്കാദമിക് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയെങ്കിലും കോടതി വ്യവഹാരത്തിൽ കുടുങ്ങിക്കിടപ്പാണ്. മാനന്തവാടി അമ്പുകുത്തിയിൽ വനംവകുപ്പിന്റെ സ്ഥലം മെഡിക്കൽ കോളേജിനായി ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നിലവിലെ ആശുപത്രിയോട് ചേർന്ന് നിർമ്മിച്ച 6 നില മൾട്ടിപർപ്പസ് കെട്ടിടത്തിലാണ് അധ്യയനം തുടങ്ങാനായി തീരുമാനിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിനൊപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യം കൂടി ആശുപത്രിയിൽ ഒരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. രോഗികളെ മറ്റാശുപത്രിയിലേക്ക് റഫർ ചെയ്യാനായി മാത്രമാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന പഴി എപ്പോഴും ഉയരുന്ന സാഹചര്യമുണ്ട്. മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയെങ്കിലും NMC അംഗീകാരം ഇല്ലാത്തതിനാൽ രേഖകളിൽ ഇപ്പോഴും ജില്ലാ ആശുപത്രിയായാണ് തുടരുന്നത്. MBBS അധ്യയനം പൂർത്തിയാകുന്ന മുറയ്ക്ക് PG സീറ്റുകൾ കൂടി അനുവദിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യം ജില്ലയിലെ സാധാരണക്കാർക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വയനാട്ടുകാർക്ക് നല്ല ഒരു ചികിത്സ ലഭിക്കുന്നതിനുള്ള സന്തോഷവും തന്നെ ഈ വയനാട് ജില്ലയിലെ എല്ലാ ജനങ്ങൾക്കും അതിൻ്റേതായ സന്തോഷവും ഉണ്ട്. വയനാട് മെഡിക്കൽ കോളേജിൽ MBBS പഠനം ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വയനാട്ടിലെ ആരോഗ്യ മേഖലയിൽ വളരെ ശക്തമായ ഒരു ഇമ്പാക്റ്റ് ഈ തീരുമാനത്തിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റു മെഡിക്കൽ കോളേജുകളെ പോലെ വയനാട് മെഡിക്കൽ കോളേജും ഘട്ടം ഘട്ടമായി വികസിപ്പിക്കാനുള്ള ശ്രമമാണ് അധികൃതർ നടത്തുന്നത്. കഴിഞ്ഞ 23-നാണ് NMC അംഗങ്ങൾ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തിയത്. ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയ ശേഷം 2ാം തവണയാണ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്. ആദ്യത്തെ തവണ അംഗീകാരം ലഭിച്ചിരുന്നില്ല. NMC അംഗീകാരം ലഭിച്ചതോടെ വയനാട് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൗകര്യ വികസന നടപടികൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ചുരമിറങ്ങാതെ ചികിത്സ ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.